ഹായ് ഹലോ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ക്യാരറ്റ് മക്രോണി പായസത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഞാനൊരു 10 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിന് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എന്ന നിലക്കാണ് കേട്ടോ ഞാൻ ക്യാരറ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്യാരറ്റൊക്കെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ക്യാരറ്റ് വേവിച്ചതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മക്രോണിയാണ്. ഒരു പാക്കറ്റ് പാലിന് 1/2 കപ്പ് മക്രോണി എന്ന നിലക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ മക്രോണി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഒരു പാലടയുടെ ഒക്കെ അട അല്ലേ, അതേപോലെ നമുക്ക് കിട്ടും. ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റും അടപ്പായസം കുടിക്കണതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ വരിക. ഇനി നമുക്ക് ഈ മക്രോണി വേവിക്കാനായിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഞാനിപ്പോൾ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കും വേണം, അല്ലെങ്കിൽ മക്രോണി കട്ട പിടിക്കും. അങ്ങനെ അതാ മക്രോണിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 10 പാക്കറ്റ് പാൽ ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാലിൻ്റെ അളവായിരിക്കണം കൂടുതൽ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് പഞ്ചസാര ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതലും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി മിൽക്ക് മെയ്ഡിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം. അങ്ങനെ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മക്രോണി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മക്രോണി ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിച്ച പോലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത് ഇളക്കി കൊടുത്താൽ ശരിയായി വരും. അങ്ങനെ മക്രോണിയൊക്കെ ഇട്ട് ജസ്റ്റ് തിളച്ച് വന്ന് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ക്യാരറ്റിൻ്റെ അരപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ മേൽഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ തോന്നും കേട്ടോ. അത് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിട്ട് വരും. കൈവിടാതെ തന്നെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1.5 ടിന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കും തോറും പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് കൂട്ടുക കുറക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഓഫ് ചെയ്താൽ തന്നെ പായസം ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. അധികം നേരം ഇട്ട് വെറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ നമുക്ക് കുടിക്കാൻ നേരം അത് കറക്റ്റായിട്ട് തണുക്കുമ്പോൾ പാകമായിട്ട് വരും കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും വറുത്തെടുക്കാം കേട്ടോ. ഈ വറുത്തെടുത്തത് നമുക്ക് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ പായസം ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഒരു പാലട പായസം കുടിക്കണ ഫീലാട്ടോ നമുക്ക് ഈ ഒരു പായസം കുടിക്കുമ്പോൾ തോന്നുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.